ഹായ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? എനിക്കും കുഴപ്പമൊന്നുമില്ല. എങ്കിലും എനിക്ക് ചെറിയ വിഷമവും സങ്കടവും ഒക്കെ ആയിട്ടിരിക്കുക. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. നിങ്ങളോടെല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, എനിക്ക് അമ്മച്ചിയില്ലാതെ പറ്റത്തില്ലെന്നൊക്കെ. ഒരുപാട് പേര് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു, ചേച്ചി തീർച്ചയായിട്ടും അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അമ്മച്ചി സുഖം പ്രാപിക്കും എന്നൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ അമ്മച്ചിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ അപ്പോൾ ഒരു 5-6 ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോ, അതിൻ്റെ അകത്ത് വന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതിനൊരു മറുപടി തരണം, അല്ല എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരണം. എന്ത് കാര്യമായാലും ശരി, വീട്ടിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് വഴക്കേലേ തീരത്തുള്ളൂ. ഒരു കാര്യത്തിന് പോയാൽ കാര്യം നടക്കത്തില്ല. അടുക്കളയിൽ ഉപ്പുണ്ട്, അരി കാണത്തില്ല, അല്ലെങ്കിൽ എണ്ണ കാണത്തില്ല, മേടിക്കണം എന്ന് ഓർത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത് മറന്നും പോകുന്നു. ഒരിടത്തും കയറുമ്പോൾ ഒരു മനസ്സിനും സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ല. അതെന്താ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് കുറേ പേര് വന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പ്രതിവിധി പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ അടുക്കളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും അധികം ഐശ്വര്യവും നമുക്ക് സന്തോഷവും നമ്മളെല്ലാം ആലോചിച്ചും പിറക്കി നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തുള്ളവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മുടെ അടുക്കളയിലാണ്. നമുക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം, അത് കഴിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമല്ലേ. അപ്പം നമ്മുടെ ഏറ്റവും അധികം സമയം ചിലവാക്കുന്നത് നമ്മൾ കിച്ചണിലാണ്. അപ്പം നമ്മുടെ ആ കിച്ചണിൽ തൊട്ടാവട്ടെ നമ്മുടെ ഐശ്വര്യം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിഴക്ക് വശത്ത് വിളക്ക് വെക്കുന്നിടത്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നല്ലേ. അപ്പം അടുക്കളയിൽ നിന്ന് ആറ്റിടാണ്ട് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊന്നും ആറ്റിടുകയേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അരി എപ്പോഴും നമുക്ക് സ്ഥലവും പരിമിതിയൊക്കെ ഉള്ളവർ നമ്മുടെ അടുപ്പിൻ്റെ അടിവശത്തായിട്ട് വേണം അരി വയ്ക്കാൻ. അപ്പോൾ അരി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് നമസ്കരിച്ചെടുക്കണം എന്നുള്ള ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യ ലക്ഷ്മിയുടെ ആ ഒരു ഇത് ഉദ്ദേശിച്ചാണ് അരി കുനിഞ്ഞ് തൊഴുതെടുക്കണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഇതിപ്പോൾ അടുപ്പാണെന്ന് കൂട്ടിക്കും. ഇങ്ങനെ ഒരു നമ്മുടെ അടുപ്പ് ഇവിടെ ഇങ്ങനെ അടുപ്പിരിക്കുക. അപ്പോൾ ആ അടുപ്പിനോട് ചേർന്ന് വേണം എപ്പോഴും ഉപ്പിരിക്കാനായിട്ട്. ആ ഉപ്പിനോട് ചേർന്ന് വേണം നമ്മുടെ വീട്ടിൽ എണ്ണ ഇരിക്കാൻ, നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ. ഇതിനോടനുബന്ധിച്ച് തന്നെയുണ്ടല്ലോ നമ്മൾ എടുക്കുന്ന അരി ആയിരിക്കരുത്. അടുപ്പയിൽ ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരിയിൽ നിന്ന് ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഈ ചില്ല് പോണക്കത്തെ കുപ്പി ഉണ്ടല്ലോ, ചില്ല് കുപ്പിയിലോ ഒരു പിടി അരിയിട്ട് ഈ ഉപ്പിൻ്റെ അടുത്ത് വെച്ചേക്കണം. ബാക്കി അരി താഴെ കുനിഞ്ഞിരുന്നോട്ടെ. അപ്പം ഇത് പുതിയ അരി നമ്മൾ മേടിക്കുമ്പം ഈ അരി എടുത്ത് നമ്മൾ കഞ്ഞിക്കെടുത്തിട്ട് ഈ മേടിക്കുന്ന അരിയിൽ നിന്ന് പുതിയതായിട്ട് ഫ്രഷായിട്ട് അരി ഈ ഭരണിയിലിട്ട് വെച്ചോണം. അതുപോലെ തന്നെ ഈ അടുപ്പിൻ്റെ അടുത്ത് ഇരിക്കേണ്ടത് ഉപ്പ് കല്ലാകട്ടോ, ഉപ്പ് പൊടി വെക്കരുത് ഒരിക്കലും. മഞ്ഞൾ പൊടി വെച്ചോ, ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ അരി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഒരു രൂപയുടെ കോയിനും ഒരു ചെറിയൊരു ഇരുമ്പ് കഷ്ണം കൂടെ ഈ അരിപ്പാത്രത്തിലോട്ട് ഇട്ട് വെച്ചേക്കണം. ഒന്നെങ്കിൽ ഈ അടുപ്പിനോട് ചേർന്ന് 3 സാധനം, അല്ലെ 5. ഒന്ന് അരി, മഞ്ഞൾ, ഉപ്പ് കല്ല്, ഉപ്പ് പൊടിയല്ല കേട്ടോ. പിന്നെ ഒന്നും കൂടെ എനർജി കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അതായത് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് മാറും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കൂടി അരിയിലിടണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കടബാധ്യതയും മറ്റു പ്രശ്നങ്ങളും എല്ലാ സൗഭാഗ്യവും കൊണ്ടുവരും. ഒരു രൂപ കോയിനും കൂടെ ഇട്ട് വെച്ചാൽ അത് നിങ്ങൾ മറക്കരുത്. ഈ 5 ഐറ്റം സാധനം നിങ്ങൾ അടുപ്പിനോട് ചേർന്ന് വയ്ക്കുക. ഉപ്പ് കല്ല് ഒരിക്കലും വാറ്റിടരുത്, കുറയുന്നതനുസരിച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരിക്കലും വാറ്റിടരുത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നെഗറ്റീവ് എനർജി എല്ലാം ഒഴിവായി പോസിറ്റീവ് എനർജി ആകും. അടുക്കളയ്ക്കകം സമ്പൽ സമൃദ്ധമായിട്ടായിരിക്കും. എന്നും ഓണം പോണക്ക് നമ്മുടെ അടുക്കളയ്ക്കകമായിരിക്കും. നമ്മൾ ഓണത്തിന് പലതരം വിഭവം ഉണ്ടാക്കില്ല. ഓണത്തിന് നമ്മളെല്ലാ സാധനവും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കില്ല എന്ന് പറഞ്ഞത് പോണക്ക് അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ ആറ്റൊഴിയത്തേയില്ല. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂ. അടുക്കള അതുപോലെ തന്നെ വൈകിട്ട് കിടക്കുമ്പോൾ നമ്മൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാനായിട്ട്. ഇച്ചിപ്പാത്രം ഒന്നും വിട്ടേക്കരുത്. കാരണം നമ്മൾ പോയി കഴിയുമ്പോഴാണ് ഐശ്വര്യലക്ഷ്മി വന്ന് നോക്കുന്നത്. നമ്മൾ ചോറ് വയ്ക്കുന്ന കാര്യത്തിൽ ഒരു പിടി ചോറ് വിട്ടിച്ചിട്ട് വെള്ളവും കൂടി ഒഴിച്ച് വെക്കാൻ നിങ്ങൾ മറക്കരുത്.
കാരണം നമ്മുടെ കഞ്ഞി വെക്കുന്ന കാലം ആറ്റിട്ടിട്ട് കിടന്നിട്ട് നമുക്ക് സർവ്വ ഐശ്വര്യം കുടുംബത്തിലെ പോകും. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഓർമ്മയിൽ വെച്ചോണം. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം, ഈ കർക്കിടക മാസത്തിൽ കുറച്ച് നാളുകാർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുത്ത ദിവസം ഇടുന്നത്. ആ നാളുകാർ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയും. കുറച്ച് നാളുകാർക്ക് വമ്പൻ ഭാഗ്യം വരുന്നുണ്ട്. അതും നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം അടുത്ത ദിവസത്തെ വീഡിയോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.